മാസം മൊത്തം ചൂടുള്ള ഈ മെയ്യിൽ ആദ്യമായിട്ടാട്ടോ ഇത്രയും മഞ്ഞു മൂടി നിൽക്കുന്ന ഒരു മോർണിംഗ് കാണുന്നേ. അന്തരീക്ഷം കണ്ട മൂന്നാറിലേക്കുള്ള വഴി പോലെയൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ സ്വന്തം കാലടിക്ക് പോകുന്ന റൂട്ടാണിത്. മഞ്ഞിൻ്റെ മൂടലിനിടയിൽ സൂര്യനൂടി വന്നപ്പോൾ മൊത്തത്തിൽ ഒന്നുകൂടി ഭംഗിയായി. രാവിലെ തുടങ്ങുന്ന ബൈക്ക് റൈഡുകളിൽ കിട്ടുന്ന ഇത്തരം കാഴ്ചകളൊക്കെ മൈൻഡിനെ കൂടുതൽ ഫ്രഷ് ആക്കും ട്ടാ. കാലടിയിൽ നിന്നും നമ്മൾ മലയാറ്റൂർ റൂട്ടിലേക്ക് കയറി. ഇവിടെ മലയാളികളെക്കാളും കൂടുതൽ ബംഗാളി ചേട്ടന്മാരെയാ കാണാനാവുന്നേ. അപ്പോഴൊക്കെ സൂര്യന്റെ തിളക്കം ഒന്നുകൂടി കൂടി. ഇത് മലയാറ്റൂരിലെ വേറൊരു പള്ളിയാട്ടോ, സെന്റ് തോമസ് സിറോ മലബാർ ചർച്ച്. മലയാറ്റൂർ അടിവാരത്തിനടുത്തുള്ള നക്ഷത്ര തടാകത്തിന് മുന്നിലൂടെയായി പിന്നീടുള്ള യാത്ര. ന്യൂ ഇയറിന്റെ സമയത്ത് ഈ തടാകം മൊത്തം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നത് കൊണ്ടാട്ടോ ഇങ്ങനൊരു പേര് ഇതിന് വന്നേ. എന്ത് രസാലേ അപ്പുറത്തെ കരയിലൂടെ പോകുന്ന ബസ്സിന്റെ റിഫ്ലക്ഷൻ ഈ വെള്ളത്തിൽ ഇങ്ങനെ കാണാൻ. തടാകത്തിനെ കീറി മുറിച്ചുകൊണ്ട് നമ്മൾ നേരെ എത്തുന്നത് ഒരു ഫോറസ്റ്റ് റൂട്ടിലേക്കാണ്. ഇതാണ് നമ്മുടെ കാലടി പ്ലാന്റേഷൻ റൂട്ട്. ഇതുവഴി നേരെ വെച്ച് പിടിച്ചാൽ നമുക്ക് അതിരപ്പള്ളി റൂട്ടിലേക്ക് ചെന്ന് കയറാം. അധികം തിരക്കും ആൾസഞ്ചാരവും ഒന്നുമില്ലാത്ത വഴിയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ നന്നായി ആസ്വദിച്ച് അങ്ങനെ പോവാം. ഈ ഒരു വ്യൂ കണ്ടപ്പോഴാട്ടോ നമ്മൾ ഇത്രയും ഹൈറ്റിലാ പോകുന്നതെന്ന് മനസ്സിലായേ. ആനയുടെ സാന്നിധ്യം സ്ഥിരമായിട്ടുള്ള വഴിയാണെന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇരുവശത്തെ കാടുകളിലൊക്കെയും സൂക്ഷിച്ചു നോക്കിക്കൊണ്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. വഴിയുടെ സൈഡിലൊക്കെ ഇലക്ട്രിക് ഫെൻസിങ്ങും കാണാം. ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണെങ്കിലും വഴിയിലൊന്നും ആരെയും അങ്ങനെ കാണാനില്ല. വീണ്ടും യാത്ര തുടർന്നു. ഇനി നമ്മുടെ ലക്ഷ്യം കണിമംഗലം ചെക്ക് പോസ്റ്റ് ആണ്. മുന്നോട്ട് പോകുന്തോറും റബ്ബർ എസ്റ്റേറ്റുകൾ കണ്ടു തുടങ്ങി. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്ന് ബൈക്കിന് 10 രൂപയുടെയും കാറിന് 25 രൂപയുടെയും ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കടക്കാൻ. ഇത് സൂക്ഷിച്ചു വെക്കുകയും വേണം ട്ടോ. ചെക്ക് പോസ്റ്റ് കടന്നാലുടൻ കാണുന്നതാണ് കല്ലല്ല ഫാക്ടറി. കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയാണിത്. ഇവിടെ റബ്ബറിന്റെ പ്രൊഡക്ഷൻ വൻതോതിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു റോഡിലൊക്കെ വീപ്പകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. മുന്നോട്ട് പോകുന്തോറും വഴിയിലെ ടാറിംഗ് ഒക്കെ മോശമായി തുടങ്ങി. മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കുറ്റിക്കാടുകളും കണ്ണെത്താ ദൂരത്തോളം റബ്ബർ എസ്റ്റേറ്റുകളും. ഈ റബ്ബർ മരങ്ങൾ റോഡിന്റെ ഇരുവശത്തും ഇങ്ങനെ നിൽക്കണേ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. നമുക്ക് വേണ്ടി ഒരു കവാടം തീർക്കുന്ന പോലെ. പാർക്കെട്ടുകളൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ആനയുടെ പോലെ തോന്നി. ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് കാടിനിടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അനുഭവിച്ച് തന്നെ അറിയണം ട്ടോ. കുറച്ചു നേരം അവിടെ നിർത്തി ഒന്ന് നടു നിവർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീണ്ടും മുന്നോട്ട്. ഇതാണ് കാലടി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. കാടിന്റെ ഒത്ത നടുക്കുള്ള ഒരു സ്കൂള്. നമ്മുടെ മാമലക്കണ്ണ സ്കൂളിൻ്റെയൊക്കെ ഒരു വൈബ്. ഇലക്ട്രിക് ഫെൻസൊക്കെ കാണാനുണ്ട്. ആന വരാറുള്ള സ്ഥലം തന്നെ ആവണം. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു ടി ജംഗ്ഷൻ കണ്ടു. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താലാട്ടോ അതിരപ്പിള്ളി. പക്ഷേ ഞങ്ങളൊന്ന് റൈറ്റ് പോയി നോക്കാന്നോർത്തു. ഇതുപോലെ തന്നെ റബ്ബർ എസ്റ്റേറ്റിന്റെ അകത്തൂടെ ഉള്ള വഴിയായിരുന്നു. അവിടെ ഇവിടെ ആയിട്ട് ചെറിയ വീടുകളൊക്കെ കാണാനുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു മുന്നോട്ട് പോയപ്പോൾ ഒരു ഫോറസ്റ്റ് ഗാർഡ് വന്ന് ഈ വഴിക്ക് പ്രവേശനമില്ലാന്ന് പറഞ്ഞതും അവിടെ നിന്ന് തിരിച്ച് വീണ്ടും അതിരപ്പിള്ളി റൂട്ടിലേക്ക് പോന്നു. റബ്ബർ എസ്റ്റേറ്റിന്റെ കാഴ്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ തേക്ക് മരങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഇത്രയും ദൂരം കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആനേനെ കാണാനൊന്നും ചാൻസ് ഇല്ലാന്നോർത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ 2 പേര് പ്രത്യക്ഷപ്പെട്ടത്. റോഡിൽ നിന്നും ഏകദേശം ഒരു 50 മീറ്റർ അകലത്തില്. അത്രയും അടുത്ത ആനേനെ ആദ്യമായിട്ടാണ് കാണണേ. കാടിന്റെ നടുക്കൊരു കൂസലുമില്ലാതെ നിന്ന് ഭക്ഷണം കഴിക്കുവാട്ടോ രണ്ടാളും. എവിടെന്നോ കുളി കഴിഞ്ഞിറങ്ങിയതുപോലെ ദേഹത്തൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട്. കാടിന്റെ ഉള്ളിൽ നിൽക്കണ കാട്ടാനെ കാണാൻ അല്ലേലും ഒരു പ്രത്യേക ഭംഗിയാ. കുറച്ചു നേരം നമ്മൾക്ക് മുന്നിൽ പോസ് ചെയ്തിട്ട് അവരുടെ വഴിക്ക് പോയി. ആനയേക്കാൾ കൂടുതൽ ഞങ്ങളെ പേടിപ്പിച്ചത് ഇവരാട്ടോ. അങ്ങനെ റബ്ബർ എസ്റ്റേറ്റുകൾ കഴിഞ്ഞ് എണ്ണപ്പനകൾ കണ്ടു തുടങ്ങി. കുരങ്ങനൊരു ഹായും കൊടുത്ത് ഇവർക്കൊരു ടാറ്റയും കൊടുത്ത് മുന്നോട്ട്. എണ്ണപ്പനകൾക്കിടയിലൂടെ ചെക്ക് പോസ്റ്റ് എത്തി. നേരത്തെ കണിമംഗലം ചെക്ക് പോസ്റ്റ് എടുത്ത സ്ലിപ്പ് ഇവിടെ കാട്ടണം ട്ടോ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ സിൽവർ സ്റ്റോമിന് മുന്നിലുള്ള വഴിയിലേക്ക് എത്തും. പിന്നെ അവിടെ നിന്ന് അതിരപ്പള്ളി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. വെള്ളച്ചാട്ടത്തിൽ കയറണോ വേണ്ടയോ എന്ന് ഡൗട്ട് അടിച്ച് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരു മലയെണ്ണാനും എത്തി. അടുത്തന്നെ മുള പൂത്തിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. വിശപ്പിന്റെ വിളി വന്നപ്പോൾ അടുത്ത ഒരു ഹോട്ടലിൽ കയറി പുട്ടും മുട്ടക്കറിയും കഴിച്ച് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. ഹെൽമറ്റും ജാക്കറ്റും ക്ലോക്ക് റൂമിലും വെച്ചു. പിന്നെ അങ്ങോട്ട് നടത്തം. രാവിലെ ആയോണ്ടാന്ന് തോന്നുന്നു തിരക്കൊക്കെ വളരെ കുറവായിരുന്നു. വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടു നിൽക്കുമ്പോഴാണ് കുറച്ച് കുട്ടിക്കുരങ്ങന്മാർ തല്ലുപിടിക്കുന്നത് കണ്ടത്. ഇത് കണ്ട് അവരുടെ അമ്മ വാട ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോയി. കുരങ്ങനൊക്കെ ആണെങ്കിലും എന്താ ഒരു ലുക്ക് അല്ലേ.
രാവിലത്തെ പുട്ടും മുട്ടക്കറിയും ദഹിപ്പിക്കാനായിട്ട് താഴെ വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ഇവിടെ നിന്നുള്ള ആ വ്യൂ ഒരു രക്ഷയില്ലട്ടാ. എന്ത് രസാ, പാല് പോലെ ഇങ്ങനെ ഒഴുക. പിന്നെ ആ പാറക്കെട്ടിലൂടെയൊക്കെ നടന്നിട്ട് തിരിച്ച് മേലേക്ക് കയറി. ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചുകൊണ്ട് 2 നാരങ്ങ വെള്ളം കൂടി അങ്ങോട്ട് കാച്ചി. അതിരപ്പിള്ളിയിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ ആ സെയിം ടിക്കറ്റിൽ നമുക്ക് വാഴച്ചാലിലും കയറാട്ടോ. നമ്മുടെ ചാർപ്പ ബ്രിഡ്ജിന്റെ അവിടുത്തെ വാക്വേയുടെ പണിയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. വാഴച്ചാലിലെത്തി ബൈക്കും പാർക്ക് ചെയ്ത് പരന്നൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഒരു നോക്ക് കണ്ടിട്ട് തിരിച്ചിറങ്ങി. തിരിച്ചു പോരുന്ന വഴിക്ക് തൊട്ടടുത്ത് തന്നെ ചാലക്കുടി പുഴയിലിറങ്ങി കുളിക്കാവുന്ന ഒരു സ്പോട്ട് കണ്ടു. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഒരു തോർത്തും എക്സ്ട്രാ ഡ്രസ്സും കൂടി ഉണ്ടായെങ്കിലോ എന്ന് ആശിച്ചു പോയി. തുമ്പൂർ മൊഴി ശലഭോദ്യാനം ഇവിടെ അടുത്തായത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ നിന്നിരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് ചിത്രശലഭങ്ങളെ കണ്ടു. എന്ത് ഭംഗിയാലേ ഇവരിങ്ങനെ ഒരുമിച്ച് കാണാനായിട്ട്. അവിടെ നിന്നിറങ്ങി വണ്ടിയുടെ പുക ടെസ്റ്റും എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ നമ്മുടെ വാസുവേട്ടന്റെ കടയിലേക്ക്. അങ്കമാലി മാങ്ങക്കറിയും കൂട്ടി നല്ലൊരു അടിപൊളി ഊണ്. കൂട്ടിന് പോർക്ക് ഫ്രൈയും മീൻമുട്ട പൊരിച്ചതും. ആഹാ, വേറെ എന്ത് വേണം. മൊത്തത്തിൽ ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു. പിന്നെ നേരെ വീട്ടിക്ക്. അപ്പൊ ഓക്കെ, ബൈ.